പത്മകുമാർ എന്താണ് ചെയ്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ എന്നുള്ളത് SITയുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഇപ്പോൾ പൊതുമണ്ഡലത്തിന്റെ മുൻപിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കാനുള്ള സാഹചര്യം തന്നെയും പത്മകുമാറിന് ഇല്ല എന്നിരിക്കെ CPM എന്തിനാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? ഇതില് ഈ കേസിൽ CPM പത്മകുമാറിനെയോ മറ്റേതെങ്കിലും വ്യക്തികളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ദുരാരോപണമായിട്ട് പ്രാഥമികമായി തന്നെ പറയാൻ കഴിയും. കാരണം ഇപ്പോ ഈ ഗോവിന്ദ മാസ്റ്റർ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, ശബരിമല കേസിൽ പ്രത്യേകിച്ചും ഒരു തരി സ്വർണ്ണമെങ്കിൽ അയ്യപ്പൻ്റെ എടുത്തിട്ടുള്ള ആരാണെങ്കിലും ശരി, അവർ കുറ്റക്കാരെന്ന് കണ്ടാൽ നിയമം കണ്ടാൽ നിയമത്തിൽ അങ്ങനെ തെളിഞ്ഞാൽ ആ പാർട്ടിയിൽ ഏത് പദവി വഹിക്കുന്നതാണ് ശരി, അവർ കർശനമായും അവർക്കെതിരെ വേണ്ട നിയമാനുസൃതമായ സംഘടനാ ചോദ്യം. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, കുറ്റപത്രം കൊടുത്ത് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി കഴിഞ്ഞ് ആ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്കൊടുവിൽ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആസ് ഓഫ് നൗ അയാൾ കുറ്റക്കാരനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമില്ല എന്ന് തന്നെയാണല്ലോ പൊതുസമൂഹത്തോട് പറയുന്നത്. നിസ്സംശയം അത് തന്നെയാണ് പറയുന്നത്. എന്തിനാണ് തർക്കിക്കുന്നത്? എന്തിനാണ്? കുറ്റാരോപിതൻ മാത്രമാണ്, അദ്ദേഹം ഇപ്പോൾ കുറ്റവാളിയല്ല എന്ന് തന്നെയാണ്. അത് പരോക്ഷമായി പറയുന്നത് പ്രത്യക്ഷത്തിലുള്ള നിലപാട് ഇത് തന്നെയാണ് CPIMന്റെ. പിന്നെ ഇന്ന് മറ്റു പലരും മാതൃഭൂമി അടക്കം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണല്ലോ പുതിയ ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. ഈ ചർച്ചയിൽ ആ ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ കരുതണമല്ലോ. അതുകൊണ്ട് അതോടെ ചേർത്തെന്ന് പറയാണ് അഭിലാഷേ. ഇന്ന് പത്തനംതിട്ടയിൽ CPIMന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല. അങ്ങനെ യോഗമല്ല അവിടെ ഗോവിന്ദ മാസ്റ്റർ പങ്കെടുത്ത് നടന്നത്. അത് തെരഞ്ഞെടുപ്പ് യോഗമായിരുന്നു, തെരഞ്ഞെടുപ്പ് അവലോകന യോഗം കൂടെയായിരുന്നു നടന്നത്. അങ്ങനെ പറയാൻ കാര്യം 35 അംഗ ജില്ലാ സമിതിയാണ് പത്തനംതിട്ടയിൽ CPIMനുള്ളത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം 35 പേര്. എന്നാൽ ആ 35 പേരെ കൂടാതെ ഈ ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത 5 ഏരിയ സെക്രട്ടറിമാരും കൂടെ ഉണ്ടായിരുന്നു ആ യോഗത്തിൽ. അതായത് തിരുവല്ല, എഴുമറ്റൂര്, പന്തളം, പെരുന്നാട്, റാന്നി എന്നീ ഏരിയ കമ്മിറ്റികളുടെ സെക്രട്ടറിമാർ നടപടി എടുക്കാത്തത് എന്ത് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും പ്രത്യേക യോഗം ചേർന്ന് നടപടി എടുക്കണം എന്നും ആവശ്യപ്പെടുന്നില്ല. എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. സ്വർണ്ണക്കൊള്ളക്കേസിൽ അഴിയെണ്ണുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴും CPMന്റെ ചുമതലകളിൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ് ചോദ്യം. ഇന്ന് നടപടിയെടുത്തോ? ഇന്നത്തെ യോഗത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? ഇന്നത്തെ ഇത് തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നോ? ഇങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ അതിന്റെ ഉത്തരത്തിന്. അല്ല, അത് പറയണം. കാരണം ഇവിടെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നു, ഇന്ന് മുഴുവൻ ചർച്ച ചെയ്തതും ആ ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ടാണ് ഞാൻ താങ്കളത് ചോദിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് ആ വിഷയം പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മുഴുവനും പകൽ മുഴുവനും നടന്നു ആ പ്രശ്നമായിരുന്നല്ലോ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം. അതേസമയം താങ്കളിപ്പോൾ ചോദിച്ചതുപോലെ തന്നെ അതും ആവർത്തിച്ച് ഉയരുന്ന ചോദ്യമാണല്ലോ. CPIMന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ നേതാക്കൾ തന്നെ, പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റാരോപിതനായ ഒരാളിനെ ഈ ഘട്ടത്തിൽ പാർട്ടി നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതേസമയം നിയമം അയാളെ കുറ്റവാളി എന്ന് വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകും. അത് പത്മകുമാറിന്റെ കാര്യത്തിലാണെങ്കിലും ഉണ്ടാവും, മറ്റാരുടെ കാര്യത്തിലാണെങ്കിലും ഉണ്ടാവും എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നടപടി CPM ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത് അത് മുഖം രക്ഷിക്കാനല്ലേ? അത് മുഖം രക്ഷിക്കാനാണ്. ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് നാളെ CPM ജില്ലാ കമ്മിറ്റി യോഗം കൂടുമ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി പത്മകുമാറിനെ ഒരു സസ്പെൻഷനെങ്കിലും കൊടുക്കുമെന്നുള്ളതായിരുന്നല്ലോ. ഇന്ന് പറയുന്ന വ്യാഖ്യാനം വരുന്നത് അങ്ങനെ ചെയ്താൽ മറ്റാരുടെയൊക്കെ മുഖം നഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ന് അങ്ങനെ ചെയ്യാതിരുന്നതാണ് പുതിയ വ്യാഖ്യാനം വരുന്നത്.